ഹായ് ഡിയേഴ്സ്, ഇത് പത്മനാഭപുരം പാലസിൻ്റെ കാഴ്ചകളാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ഇടുങ്ങിയ ഇടനാഴിയിലൂടെയാണ് നമ്മൾ ഓരോ റൂമിലേക്കും പാസ് ചെയ്ത് പോകുന്നത്. ഇപ്പം നമ്മൾ നേരെ പോകുമ്പോൾ ഒരു ഹാളിലേക്കാണ് ചെന്ന് കയറുന്നത് കേട്ടോ. ഇതാ ഇപ്പോൾ കാണിച്ചു തരാം. നല്ല വായുസഞ്ചാരമുള്ള വലിയൊരു ഹാളാണിത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് രാജാവിൻ്റെ റൂം വരുന്നത്. കണ്ടോ, ഇത് ഈ ഒരു കട്ടിലും ഇതിനടുത്തൊരു ചെയറും ഉണ്ട്. ഇത് രണ്ടും ഡച്ചുകാർ രാജാവിന് ഗിഫ്റ്റ് ചെയ്തതെന്നാണ് അവർ പറയണത്. 64 ഔഷധ തടികൾ കൊണ്ടാണ് ഈ കട്ടിലുണ്ടാക്കിയിരിക്കുന്നതെന്നാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. കണ്ടോ, മേലെയുള്ള കൊത്തുപണികളൊക്കെ എല്ലാം ഒരു ഡച്ച് ടച്ച് വരുന്ന തരം പണികളൊക്കെയാണ്. നല്ല ചിത്രങ്ങൾ പോലെയെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കോറിഡോറിലൂടെ പോകുമ്പോഴാണ് രാജമാതാവിൻ്റെ റൂം കാണുന്നത് കേട്ടോ. ആദ്യം ഒരു ഹാള് പോലെയാണ്. ആ ഹാളിനോട് ചേർന്നിട്ട് ചെറിയൊരു അറയാണ്. അവിടെ ഒരു കട്ടിലുമൊക്കെ ഉണ്ട്, കാണിച്ചു തരാവേ. ഇതാ ഈ കാണുന്നതാണ് രാജമാതാവ് ഉറങ്ങാനായിട്ട് ഉപയോഗിച്ചിരുന്ന റൂമെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇതെല്ലാം പറഞ്ഞുതരാൻ നമുക്ക് അവിടെ ഓരോ ആൾക്കാർ നിൽപ്പുണ്ടാവും കേട്ടോ. അവരുടെ ഓരോ സ്റ്റാഫ് ഉണ്ടാവും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാൻ. വീണ്ടും നമ്മൾ എത്തുമ്പോൾ പലയിടത്തും പ്രത്യേകതരം റൂമുകളും അതുപോലെ ചില ഭാഗങ്ങളിലെ ഡോറ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകതരം ഡോറ് കാണുന്നുണ്ട് താഴത്ത്. കണ്ടോ, അതായത് നോക്കിക്കോ, കണ്ടോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.